ഹായ് ഫ്രണ്ട്സ്, മഞ്ചിഷ്ട വെച്ചൊരു കിടിലൻ ഫേസ് പാക്ക് പരിചയപ്പെടാം. ഇതിനായി നമ്മൾ 1 സ്പൂൺ മഞ്ചിഷ്ട എടുക്കുന്നു. മഞ്ചിഷ്ട നമ്മുടെ സ്കിന്നിന് കൂടുതൽ തിളക്കം നൽകുകയും നിറം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. ഇതിലെ ആൻറ്റി ഓക്സിഡൻറ്റുകളുടെ സാന്നിധ്യം വാർദ്ധക്യത്തിന് കാരണമാകുന്ന ഫ്രീ റാഡിക്കലുകളെ നിർവീര്യമാക്കാൻ സഹായിച്ച് കൊളാജൻ ഉൽപ്പാദനത്തെ വർദ്ധിപ്പിക്കുകയും അതുവഴി ചർമ്മത്തിൻ്റെ ഇലാസ്തികത മെച്ചപ്പെടുത്തുകയും ചർമ്മം തൂങ്ങുന്നത് കുറയ്ക്കുകയും ചെയ്യുന്നു. അടുത്തതായി 1 സ്പൂൺ മുൾട്ടാനി മിൽട്ടിയാണ് എടുക്കുന്നത്. മുൾട്ടാനി മിൽട്ടി ചർമ്മത്തിലെ അധിക എണ്ണ നീക്കം ചെയ്യുകയും ചർമ്മത്തിലെ ആഴത്തിൽ വൃത്തിയാക്കുകയും കറുത്ത പാടുകൾ മായ്ക്കാനും നിറം വർദ്ധിപ്പിക്കാനും ചർമ്മത്തെ തണുപ്പിക്കാനും സഹായിക്കുന്നു. പിന്നെ ഞാൻ എടുക്കുന്നത് വീട്ടിൽ തന്നെ ഞാൻ തയ്യാറാക്കിയ കറ്റാർ വാഴ ജെല്ലാണ്. ഇതൊരു 2 സ്പൂണോളം എടുക്കുന്നുണ്ട് ഞാൻ. അത് നമ്മുടെ ചർമ്മത്തിൻ്റെ കോശങ്ങളെ പുനരുജ്ജീവിപ്പിക്കുകയും ചർമ്മത്തിലെ പാടുകളും കുരുക്കളും ഇല്ലാതാക്കുകയും ചെയ്യുന്നു. ഇനി നമുക്ക് ഇതിലേക്ക് ഒന്നുകിൽ പാൽ അലർജി ഇല്ലാത്തവർക്ക് പാൽ യൂസ് ചെയ്യാം, അതല്ലെങ്കിൽ തൈര് യൂസ് ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ എടുക്കുന്നത് റോസ് വാട്ടറാണ്. നമുക്ക് ഇതൊരു നമ്മുടെ മുഖത്തേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു കൺസിസ്റ്റൻസിയിലാകുന്നത് വരെ ആവശ്യത്തിനുള്ള റോസ് വാട്ടർ ഒഴിച്ചു കൊടുത്ത് അതിനെ മുഖത്തു നിന്ന് ഒലിച്ചിറങ്ങാത്ത പരുവത്തിൽ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പാല് അലർജി ഇല്ലാത്തവർക്ക് പാല് തന്നെ യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. പാല് നല്ലൊരു ക്ലെൻസർ കൂടി ആയതുകൊണ്ട് ഞാനിപ്പോൾ റോസ് വാട്ടറാണ് എടുത്തിരിക്കുന്നത്. അതേപോലെ തന്നെ പാലിനോടൊപ്പം ഗുണമുള്ളതാണ് തൈരും. ഇത് മുഖത്ത് മാത്രമല്ല, മുഖത്തേക്ക് ഏത് മാസ്ക് ഇട്ടാലും നമ്മുടെ കഴുത്തിലേക്കും പിന്നെ കൈകളിൽ വെയിൽ കൊണ്ടിട്ടുണ്ടാകുന്ന ടാനും കാര്യങ്ങളും എല്ലാം പോകാൻ വേണ്ടിയിട്ടും നമുക്ക് 2 കൈകളിലും എല്ലാം യൂസ് ചെയ്യാം. ഏത് പാക്കിട്ടാലും നമ്മളൊരു 20 മിനിറ്റെങ്കിലും മുഖത്ത് വെച്ചിരിക്കണം. അതുപോലെ നമ്മുടെ ഫേസിന് അനുയോജ്യമായ ഒരു ഫേസ് പാക്ക് നമ്മൾ തിരഞ്ഞെടുത്ത് കഴിഞ്ഞാൽ ആഴ്ചയിൽ 3 ദിവസമെങ്കിലും അത് നമ്മൾ യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. സ്ഥിരമായിട്ട് യൂസ് ചെയ്താൽ നമ്മുടെ ചർമ്മത്തിൻ്റെ നിറം നല്ലതുപോലെ തന്നെ കൂട്ടിക്കൊണ്ട് വരാൻ അത് സഹായിക്കും നമ്മളെ. നമ്മുടെ മുഖത്തേക്ക് ഇത് നല്ലതുപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. കണ്ണിനടിയിലെ ഡാർക്ക്നെസ്സിനുമൊക്കെ നല്ല മാറ്റം വരും. നല്ലപോലെ ചെയ്ത് കൊടുത്ത് ഒരു 20 മിനിറ്റ് കഴിയുമ്പോൾ നമ്മുടെ വെള്ളത്തിൽ കൈയൊന്നും നനച്ചിട്ട് നമ്മൾ ചെറുതായിട്ടൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കണം. മഞ്ചിഷ്ടയുടെ പൊടി എന്ന് പറഞ്ഞാൽ വെറും നൈസ് പൊടിയല്ല, അത് നമുക്ക് ഒരു സ്ക്രബ്ബറായിട്ടും യൂസ് ചെയ്യാവുന്നതാണ്. നല്ലൊരു മാറ്റം തന്നെ നമുക്ക് ഫീൽ ചെയ്യും. അപ്പം ഒരു 2 മിനിറ്റെങ്കിലും നൈസായിട്ടൊന്ന് ഒരുപാട് അമർത്തരുത്. നമ്മുടെ സ്കിന്നിന് മസാജ് ചെയ്യുമ്പോൾ കണ്ണിന് 2 സൈഡും താഴെയും കവിള് ചിപ്പ് മുകളിലോട്ടും കഴുത്തിൻ്റെ അവിടുന്ന് മുകളിലോട്ടും നമ്മൾ നല്ലതുപോലെ തന്നെ ഒന്ന് മസാജ് ചെയ്ത് കൊടുത്ത് 2 മിനിറ്റോളം ചെയ്ത് കൊടുക്കാമെങ്കിൽ നല്ലതാണ്. മുഖത്തെ രക്തസംക്രമണം കൂടാനും കൂടുതൽ ഗ്ലോ കിട്ടാനും നമുക്കത് ഇതാകും. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.